ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2013 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഹോണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഡോക്ടർ ഫ്രാങ്കിനെയാണ് നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹം ആകെ ടെൻഷനായിട്ട് നന്നായിട്ട് മദ്യപിക്കുന്നു, കുറെ മെഡിസിൻ കഴിക്കുന്നു. പുള്ളിക്കാരൻ കരയുന്നുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് കുറെ ഫാമിലി ഫോട്ടോസ് എടുക്കുന്നു. ഒരു EVP ബോക്സ് എടുത്ത് മേശപ്പുറത്ത് വെക്കുകയാണ്. ആത്മാക്കളോട് സംസാരിക്കാൻ. ഡോക്ടറിന്റെ 3 മക്കളും ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടത്. അത് താങ്ങാനാവാതെ പുള്ളിക്കാരൻ മക്കളുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ആ ബോക്സ് ഓണാക്കുന്നു, അതിലെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നു. ഡോക്ടർ കുഞ്ഞുങ്ങളെ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ബോക്സിലെ റെഡ് ലൈറ്റ് മിന്നാൻ തുടങ്ങി. അതിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കാം. ഡാഡി ഡാഡി മിണ്ടാതിരിക്കി, ബി ക്വൈറ്റ്, ഞങ്ങൾക്ക് പേടിയാ. ആ EVP ബോക്സിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങള് പേടിച്ച് കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അതായത് പ്രേതങ്ങള് പേടിച്ച് കരയുക. മിണ്ടാതിരിക്കി, അവള് ഞങ്ങളെ കണ്ടെത്തും, അവൾ അടുത്തെത്തി എന്നൊക്കെ പറഞ്ഞ്. ഫ്രാങ്കിനാണെങ്കിലേ അവരെന്താണ് ഈ പറയുന്നതെന്ന് പിടുത്തമില്ല. ഈ സമയം ആ മുറിക്ക് വെളിയിലെ എന്തോ ഒരു കറുത്ത നിഴല് പാസ് ചെയ്തു പോകുന്നത് നമുക്ക് കാണാം. പെട്ടെന്ന് എന്തോ ഒരു ഈവിൾ എന്റിറ്റി ഡോക്ടർ ഫ്രാങ്കിനെ ആക്രമിക്കുന്നു. അയാളെ പൊസസ് ചെയ്യാണ്. കണ്ണുകളൊക്കെ കറുത്ത നിറത്തിലായി, ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. അയാള് താഴെ കിടന്ന് പെടയുക. ഡോക്ടർ എങ്ങനെയൊക്കെയോ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോ അങ്ങനെ തന്നെ ഫ്രാങ്ക് സ്റ്റെയർ കേസിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീഴുന്നു. ആ സ്പോട്ടിൽ തന്നെ ഡോക്ടർ മരിക്കുകയാണ്. അപ്പോഴും ഒരു കറുത്ത നിഴല് അതുവഴി പാസ് ചെയ്തു പോകുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഹോണ്ട്. പിന്നീട് കഥ തുടങ്ങുന്നത് ഡോക്ടർ ഫ്രാങ്കിന്റെ വൈഫായ ജാനറ്റിന്റെ ശബ്ദത്തോടെയാണ്. ആ സ്ത്രീയാണ് ഈ പ്രേത കഥ നമ്മളോട് പറയുന്നത്. ഡോക്ടർ ഫ്രാങ്ക് ഒരു ഡെന്റിസ്റ്റ് ആയിരുന്നു. അതേപോലെ ജാനറ്റ് ഒരു പീഡിയാട്രിഷ്യൻ ആയിരുന്നു. രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിരുന്നു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, മാത്യു, കേറ്റി, ഹില്ലറി. ഒരു ഹാപ്പി ഫാമിലി. പക്ഷേ ആ സന്തോഷം അധിക നാളുണ്ടായിരുന്നില്ല. ജാനറ്റിന്റെ 3 കുഞ്ഞുങ്ങളും തുടർച്ചയായിട്ട് മരിക്കാൻ തുടങ്ങി. മൂത്ത മകളായ കേറ്റി വീടിനകത്ത് ആത്മഹത്യ ചെയ്തു. പിന്നീട് 2 കുഞ്ഞുങ്ങളും അതിക്രൂരമായ രീതിയിൽ മരണപ്പെടുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് നാട്ടുകാരെല്ലാവരും ജാനറ്റിനെ ഒരു ശപിക്കപ്പെട്ട സ്ത്രീയായിട്ട് കാണാൻ തുടങ്ങി. അവരെ വിളിച്ചിരുന്നത് മൊറല്ലോ കേഴ്സ് എന്നാണ്. അങ്ങനെ അവസാനം ഡോക്ടർ ഫ്രാങ്കും മരണപ്പെടുന്നു. ഒടുക്കം ജാനറ്റ് ആ വീട്ടില് തനിച്ചായി. ഇങ്ങനെ ജാനറ്റിന്റെ ജീവിതത്തിൽ നടന്ന ട്രാജഡിയെ കുറിച്ച് പറഞ്ഞാണ് കഥയിലേക്ക് കടക്കുന്നത്. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി ജാനറ്റിന്റെ ആ പഴയ വീട് കാണാനായിട്ട് വരുന്നു. ഡാഡിയും മമ്മിയും 3 മക്കളുമായിട്ട്. ഡാഡിയുടെ പേര് അലൻ, മമ്മിയുടെ പേര് എമിലി. ഇതാണ് ഈ ചിത്രത്തിലെ കഥാനായകൻ ഇവാൻ. ഇവാന് 2 സഹോദരിമാരുണ്ട്, ചേച്ചി സാറ, അനിയത്തി അനീറ്റ. അവർ ആ വീട് മുഴുവനും ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അവർ ഓരോരുത്തരും ഓരോരോ മുറിയിലേക്ക് ചെല്ലുമ്പോ ആ വീടിനകത്ത് മുൻപുണ്ടായിരുന്ന താമസക്കാര് മരിച്ചു കിടക്കുന്നത് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് വേണ്ടിയുള്ള മുറി തെരഞ്ഞ് ഇവാൻ മുകളിലെ ആറ്റിക്കിലെത്തി. ആ മുറി അവൻ ഒത്തിരി ഇഷ്ടായി. ഈ മുറി മുൻപ് ഫ്രാങ്കിന്റെ മകൻ മാത്യുവിന്റെ ആയിരുന്നു. ഇവാൻ ആ മുറി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു മുറിക്കുള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കും. അവനത് തുറന്നു നോക്കി. അത് ആറ്റിക്കിലെ തന്നെ ചെറിയൊരു സ്റ്റോർ റൂം മുറിയാണ്. അതിനകത്ത് കുറച്ച് പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവാന്റെ ചേച്ചി ആറ്റിക്കിലേക്ക് വന്നു. ഇവാൻ, നിനക്ക് ഈ വീടും മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സേറ അങ്ങനെ ആ വീടിന് പുറത്തുള്ള കുളത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് വാർഡ്രോബ് തുറന്നു നോക്കി. അതിനകത്തുണ്ടായിരുന്ന പെയിന്റിങ് കണ്ടപ്പോ തന്നെ സാറ അങ്ങ് പേടിച്ചു പോയി. പക്ഷേ പിന്നീട് നോക്കുമ്പോ ആ പെയിന്റിങ്ങിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഫാമിലി വീട് മൊത്തത്തില് ചുറ്റി നടന്ന് കണ്ടു നോക്കുന്നു. അവർ ആ വീട് വാങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ അവര് പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട് താമസത്തിനെത്തി. ഡാഡി മമ്മിയും പിള്ളേരൊക്കെ ചേർന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുകയാണ്. ഈ നേരത്താണ് ഒരു ലേഡി ആ വീട്ടിലേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, ഈ വീടിന്റെ ഓണറായിരുന്ന ജാനറ്റ് ആണ്. ഈ വീടിനകത്ത് താമസിച്ചിട്ട് ജീവനോടെ രക്ഷപ്പെട്ടത് ഈ ഒരു സ്ത്രീ മാത്രമാണ്. എമിലി പെട്ടെന്ന് തന്നെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു, പരിചയപ്പെടുന്നു. ആ സ്ത്രീയുടെ പെരുമാറ്റം, സംസാരം അതത്ര ഈസി ആയിരുന്നില്ല. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നതല്ല. വീട് മാറിപ്പോയപ്പോ ഞാൻ എന്റെ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഞാനത് എടുത്തോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എമിലി ആവട്ടെ അതിനെന്താ, യാതൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ആ സ്ത്രീയെ അകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ജാനറ്റ് അങ്ങനെ ആറ്റിക്കിലേക്ക് ചെല്ലുന്നു. ഇവാൻ അവിടെ തന്റെ മുറിയൊക്കെ ഒതുക്കി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാനറ്റിനെ കണ്ട് അവനാകെ അമ്പരന്ന് നിൽക്കുക. പണ്ട് ഇതെന്റെ വീടായിരുന്നു, ഞാനിപ്പോ എന്റെ മകന്റെ ഒരു ചിത്രം എടുക്കാൻ വന്നതാ, നീ അത് എടുത്ത് കളഞ്ഞില്ലല്ലോ. ആ സ്ത്രീ അങ്ങനെ ആ വാർഡ്രോബ് തുറന്ന് മകന്റെ ചിത്രം എടുത്തു. എന്നിട്ട് ഇവാനോട് ചോദിക്കും, നിനക്ക് എത്ര പ്രായമുണ്ട്? അതിന് ഇവാൻ പറയും 18. ഇത് കേട്ട ആ സ്ത്രീ വല്ലാത്തൊരു രീതിയിലാണ് ഇവാനോട് സംസാരിക്കുന്നത്. എന്റെ മകൻ മരിക്കുമ്പോ അവനും 18 വയസ്സായിരുന്നു. ഇത് അവന്റെ മുറിയാണ്. ഇത് കേട്ടതോടുകൂടി ഇവാന്റെ കാറ്റുപോയി.
ഇവിടെ എമിലിക്കാണെങ്കില് ആ സ്ത്രീയുടെ സംസാരം കേട്ടിട്ട് ആകെ പേടിയായി. കാരണം ജാനറ്റ് കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമാണ് എമിലിയോട് സംസാരിക്കുന്നത്. എന്നിട്ട് വല്ലാത്തൊരു രീതിയില് ആ വീട് തന്നെ നോക്കുന്നുണ്ട്. അന്ന് രാത്രി ആ ഫാമിലി ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നു. എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ്. കൂട്ടത്തില് ഇവാന് ചെറിയൊരു സങ്കടമുണ്ട്. അവന്റെ കോളേജും സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടില്ലേ. അവൻ ഈ രാത്രി സമയത്ത് മമ്മിയോട് അനുവാദമൊക്കെ ചോദിച്ച് നടക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ഇതേ സമയം തന്നെ മറുവശത്ത് ഇവരുടെ തൊട്ടടുത്ത വീട്ടിലൊരാള് കുടിച്ച് ബഹളം ഉണ്ടാക്കി അയാളുടെ മകളെ ഒത്തിരി തല്ലുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് ഡാഡി അറിയാതെ ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവാനാണെങ്കിലോ നടക്കാൻ ഇറങ്ങി. അവൻ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ചെല്ലുമ്പോ കുറച്ച് ദൂരെയായിട്ട് ഒരു പെൺകുട്ടി തനിച്ചിരുന്ന് കരയുക. അവൻ പതിയെ ചെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കും, നീ ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ കഥാനായിക സാം. അവള് ഇവാനെ കണ്ട് ആദ്യം ഒന്ന് പേടിച്ചു പോയി. അവര് രണ്ടുപേരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്. അവൻ ആ മൊറല്ലോ വീട്ടിലേക്ക് താമസത്തിന് വന്നതാന്നറിയുമ്പോ സാം ചോദിക്കും, ഓ ആ പ്രേത വീടോ? അതൊരു ശാപമാണ്. ഇങ്ങനെ ഡാഡി കുടിച്ച് വഴക്കുണ്ടാക്കുന്ന സമയത്ത് സാം ആ പ്രേത വീടിനകത്താണ് ഒളിച്ചിരിക്കാറുള്ളത്. ഇതിപ്പോ അവിടെ പുതിയ താമസക്കാര് വന്നില്ലേ, അതുകൊണ്ടാണ് അവൾ ഈ കാടിനകത്ത് വന്നിരിക്കുന്നത്. നീ എന്താ ഈ കാടിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്നേ? അതും ഈ സമയത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് സാം കരഞ്ഞോണ്ട് പറയും, ഞാനിതിപ്പോ നിന്നോട് പറഞ്ഞിട്ട് എന്റെ ജീവിതത്തില് എന്ത് മാറ്റം വരാനാ? ഇവാന് പിന്നെ എന്ത് പറയണോന്നറിയില്ല. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി എന്നും പറഞ്ഞ് ഇവാൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോ നായിക ഇവാനെ തടഞ്ഞു നിർത്തി അവന് ചെറിയൊരു ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നടന്നു പോവാ. അടുത്ത ദിവസം ഇവാൻ വീട്ടിലെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ്സ് ഒക്കെ ഫ്ലിക്കർ ചെയ്ത് പവർ ഓഫ് ആയി. അവൻ ഡാഡിനെയും മമ്മീനെയും ഉറക്കെ വിളിച്ചു നോക്കി. വീടിനകത്ത് ആരെയും കാണുന്നില്ല. അവനങ്ങനെ ഫ്യൂസ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ബേസ്മെന്റിലേക്ക് പോയി. ചെന്ന് നോക്കുമ്പോ അതെല്ലാം തന്നെ ആരോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ ആ ഫ്യൂസ് ബോക്സ് തുറന്ന് ആ സ്വിച്ച് ഓൺ ആക്കി. അടുത്ത നിമിഷം തന്നെ ആ ബേസ്മെന്റിനകത്തെ ലൈറ്റ് ഒക്കെ മിന്നി മിന്നി നിൽക്കുകയാണ്. ഇവാനാണെങ്കില് പേടിയാവാൻ തുടങ്ങി. കാരണം ആ ഇരുട്ട് മുറിയില് അവൻ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവന്റെ തൊട്ട് പിന്നിൽ തന്നെ ഒരു പ്രേതം നിൽക്കുന്നുണ്ട്. ഇവാൻ എന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് ആ ഇരുട്ടിലേക്ക് നോക്കുമ്പോ ആ ബേസ്മെന്റിലെ ഒരു മൂലയ്ക്ക് നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കാം. അവൻ എന്തൊക്കെയോ വിഷൻസ് കാണാം. കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു സ്ത്രീ തന്റെ ജീവന് വേണ്ടി കരയുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം നോർമലായി പവർ ഓൺ ആയി. ഇവാൻ ആ ബേസ്മെന്റിനകത്ത് കേട്ട ശബ്ദങ്ങള് അതൊക്കെ എന്താണെന്നറിയാതെ കൺഫ്യൂസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവനെ കാത്ത് അനിയത്തി വെളിയിൽ നിൽക്കുന്നുണ്ടാവും. ഇവൻ അനീറ്റ അനീറ്റ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞാണെങ്കില് ആ ബേസ്മെന്റിലേക്ക് നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോയി. ഇവാനും അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനില് സാമിന്റെ വീട് കാണിക്കുന്നു. ഇന്നും ഡാഡി കുടിച്ചോണ്ട് അടിപിടി ബഹളമാണ്. അവളെ വഴക്ക് പറയുന്നുണ്ട്, ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. സാമിന് ഡാഡി മാത്രമേ ഉള്ളൂ. മമ്മി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോന്ന് ആർക്കും അറിയില്ല. സാം കുഞ്ഞായിരിക്കുമ്പോ ആ സ്ത്രീയെ കാണാതായതാണ്. അങ്ങനെ നാട്ടുകാര് നമ്മുടെ സാമിന്റെ മമ്മി മറ്റൊരാളോടൊപ്പം ഓടിപ്പോയെന്നും പറഞ്ഞ് ഡാഡിയെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഡാഡി കുടിച്ചോണ്ട് വന്ന് ആ ദേഷ്യം മൊത്തം തീർക്കുന്നത് സാമിനോടാണ്. ഇവിടെ മറുവശത്ത് നായകൻ അവന്റെ ബുക്സ് ഒക്കെ എടുത്തു നോക്കുമ്പോ ആറ്റിക്കിലെ ആ ചെറിയ മുറിയില്ലേ, ആ ഡോറ് തനിയെ ടപടപേന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇവാൻ അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കില്ല. അന്ന് പാതിരാത്രി ആയതോടെ ഇവാന്റെ മുറിയുടെ ഡോറ് ആരോ തുറക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ ബെഡിൽ വന്ന് കിടക്കുക. കുറച്ചു കഴിഞ്ഞ നായകൻ ഉറക്കത്തിൽ എണീറ്റ് കണ്ണു തുറന്നു നോക്കുമ്പോ അത് സാം ആണ്. അവനിത് വിശ്വസിക്കാൻ വയ്യ. അവള് മുന്നേ പറഞ്ഞിരുന്നില്ലേ ഡാഡി വഴക്കിടുമ്പോ അവൾ ഈ വീടിനകത്താണ് ഒളിച്ചിരിക്കാന്ന്, അതും ഈ ആറ്റിക് മുറിയില്. അതുകൊണ്ട് തന്നെ ഇവാൻ അവളെ ഇറക്കി വിടില്ല. സത്യത്തില് എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പോലും ഇവാന് പിടുത്തമില്ല. ഒരല്പസമയം കഴിഞ്ഞ് ആറ്റിക്കിലെ ആ ചെറിയ മുറിയില്ലേ അതങ്ങനെ തനിയെ തുറക്കുന്നുണ്ട്. അതിനകത്ത് കരിഞ്ഞൊരു നിഴല് കാണാം. ഈ സമയം ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. കുഞ്ഞെപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് ഒരു ലേഡി നമ്മുടെ ജാനറ്റിന്റെ ക്ലിനിക്കിലേക്ക് വരും. കുഞ്ഞിങ്ങനെ കരയുന്നത് നോർമലാണ്, ചിലപ്പോ പല്ല് വരുന്നത് കൊണ്ടാവാം എന്നും പറഞ്ഞ് ജാനറ്റ് ആ സ്ത്രീയെ സമാധാനിപ്പിക്കുന്നു. ആ ലേഡി ജാനറ്റിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ സമയം ഡോക്ടർ ഫ്രാങ്ക് ആ ലേഡിയെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ സ്ത്രീയും ചിരിക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് അടുത്ത ദിവസം നായിക കണ്ണു തുറന്നു നോക്കുമ്പോ മുന്നിലെ അനീറ്റ വന്ന് നിൽക്കും. നിങ്ങൾ ആരാ? അങ്ങനെ രണ്ടുപേരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നു. ഇവാന്റെ പേരൻസും നായികയെ കണ്ട് ഷോക്കായി. ഡാഡി ഓഫീസിലേക്ക് പോവാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് ഡാഡി ഇതിനെക്കുറിച്ച് ഇവാനോട് സംസാരിക്കില്ല. എന്നാൽ എമിലിക്ക് മകന്റെ കാര്യം ചിന്തിച്ച് ആകെ പേടിയായി. കാരണം ഇവാന് സാമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സാമിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട അറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ദേഹം മൊത്തം അടികൊണ്ട് ചതഞ്ഞ പാടുകളാണ്. അതുകൊണ്ട് തന്നെ എമിലി മകനെ വാൺ ചെയ്യുന്നുണ്ട്. നീ ഒത്തിരി കൈൻഡാണ്, ആളുകളെ സഹായിക്കും, അതൊക്കെ നല്ലതാ. പക്ഷേ
ശ്രദ്ധിക്കണം കേട്ടോ. അന്ന് രാത്രി സാം നായകനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഒത്തിരി നേരം കുറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. സാം ഈ പ്രേതത്തിനെ കുറിച്ചും ഭൂതത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാന്നും പറഞ്ഞ് സാം അവനെ ആറ്റിക് മുറിയിലേക്ക് കൊണ്ടുപോയി. ആറ്റിക്കിലെ ആ കുഞ്ഞു മുറിയില്ലേ അങ്ങോട്ട്, അതിനകത്ത് ഡോക്ടർ ഫ്രാങ്കിന്റെ ആ EVP ബോക്സ് ഉണ്ടായിരുന്നു. പ്രേതത്തിനോട് സംസാരിക്കുന്ന ആ പെട്ടിയില്ലേ, അത് സാം അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. ഇവാന് ഈ പ്രേതത്തിലും ഭൂതത്തിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നായകൻ അവളെ കളിയാക്കി ചിരിക്കും. മാത്രമല്ല ആ ബോക്സിനകത്ത് ഡോക്ടർ ഫ്രാങ്കിന്റെ ഫാമിലി ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഈ ബോക്സിനകത്ത് നിന്ന് എന്ത് ശബ്ദം കേട്ടാലും അത് ഫ്രാങ്കിന്റെ ഫാമിലി ആയിരിക്കും. ഇതും പറഞ്ഞ് സാം ആ ബോക്സ് ഓണാക്കി. 10-18 വർഷം പഴക്കമുള്ള ആ ഒരു ബോക്സ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവാനിപ്പോ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. സാം ആണെങ്കിൽ അതിലെ ഫ്രീക്വൻസി ഒക്കെ മാറ്റി നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് പ്രേതത്തെ വിളിച്ചോണ്ടിരിക്കുക. യാതൊരു രക്ഷയില്ല. ഇത് കണ്ട് ഇവാന് ദേഷ്യം വന്നു. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാൻ പോവാന്നും പറഞ്ഞ് അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. പെട്ടെന്ന് ആ ബോക്സിൽ നിന്ന് ഒരു വോയിസ് കേൾക്കാം. ഇതെന്റെ മുറിയാണ്, സ്റ്റേ, ഇവിടെ തന്നെ നിക്ക്. ഈ ശബ്ദം കേട്ട് അവനങ്ങ് ഞെട്ടിപ്പോയി. സാം കളിക്കല്ലേ, ഇത് നിന്റെ പണിയല്ലേ, നീയല്ലേ സംസാരിച്ചത്? അതിന് സാം പറയും, അല്ലല്ല, ഞാനല്ല സംസാരിച്ചത്, പ്രേതമാണ്. ഇത് കേട്ടതോടെ ഇവാൻ ആകെ പാനിക്കായി ആ മുറിയിന്ന് പുറത്തേക്ക് ഓടി. സാം അത് വർക്കായി. അവൻ ഈ കാര്യം ഉൾക്കൊള്ളാൻ വയ്യ. ഒന്നുകില് അവരോട് സംസാരിച്ചത് പ്രേതമാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ സമയം ഇത് തോന്നിയതാണ്. സാം ഉടനെ തന്നെ നായകനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി. കാരണം വീടിന് വെളിയില് മൊറല്ലോ ഫാമിലിയുടെ കല്ലറയുണ്ട്. അതങ്ങനെ മഞ്ഞ് വീണ് മൂടിക്കിടക്കായിരുന്നു. സാം അത് നായകന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കല്ലറയ്ക്ക് തൊട്ട് തന്നെ ചെറിയൊരു കോട്ടേജ് ഉണ്ടായിരുന്നു. എന്തോ പന്തികേട് തോന്നി ഇവാൻ ആ കോട്ടേജിന്റെ ഡോറ് തുറന്നു നോക്കി. അതിനകത്ത് സ്ട്രെയിഞ്ച് ആയിട്ട് എന്തൊക്കെയോ വസ്തുക്കൾ ഉണ്ടായിരുന്നു. കുറേയധികം ഫോട്ടോഗ്രാഫ്സ്, പേടിപ്പെടുത്തുന്ന പാവകള്. ആ കോട്ടേജിനകത്ത് നിറയെ കുട്ടികളുടെ സാധനങ്ങളായിരുന്നു. ഇത് കണ്ടതോടെ സാം വിളിച്ചു പറയും, ജാനറ്റ് എന്ന സ്ത്രീക്ക് ഭ്രാന്തായിരുന്നു. പലപ്പോഴായി സാം ഈ വീടിനകത്താണ് ഡാഡിയെ ഭയന്ന് ഒളിച്ചിരിക്കാറുള്ളത്. അതൊരിക്കലും സാമിന്റെ സ്വയം ഇഷ്ടപ്രകാരമായിരുന്നില്ല. എന്തോ ഒരു ശക്തി അവളെ ഈ വീട്ടിലേക്ക് വിളിക്കുന്നത് പോലെ സാമിനത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അന്ന് രാത്രി സാം ഇവാന്റെ മുറിയിലാണ് ഉറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ഇവാൻ ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സ് വാങ്ങുന്നുണ്ട് സാമിന് വേണ്ടിട്ട്. അവൻ ആ ഡ്രസ്സ് വാങ്ങിയിട്ട് ആറ്റിക്കിലേക്ക് നടക്കുമ്പോ മുറിക്ക് വെളിയിലാകെ വെള്ളമാണ്. ആരോ വെള്ളത്തിലോടി കളിച്ചതുപോലെ. ഇത് അനീത്തിയുടെ പണിയാണെന്ന് കരുതി അനീറ്റയുടെ മുറിയിലേക്ക് ചെന്നു നോക്കുമ്പോ ആ മുറിയിലും വെള്ളമുണ്ട്. കുഞ്ഞ് പാവയെ നോക്കി തനിച്ചിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടിയല്ലേ. ഇവാൻ പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല. തിരിച്ച് ആറ്റിക്കിലേക്ക് പോയി. പെട്ടെന്ന് ഒരു പ്രേതം വന്ന് ഇവാനെ തുറിച്ചു നോക്കുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് ഇന്നലെ രാത്രി അവര് പ്രേതത്തെ വിളിച്ചതും ആ ബോക്സിനകത്തു നിന്ന് കേട്ട ശബ്ദങ്ങളൊക്കെ ഇവാൻ ചേച്ചിയോട് പറയും. ഇത് കേട്ട് സാറ നിങ്ങൾക്കിതൊക്കെ വെറുതെ തോന്നിയതാവും എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കും. പക്ഷേ അനിയന്റെ മുഖത്തെ ആ ഭയം കാണുമ്പോ സാറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവാൻ പറഞ്ഞതില് എന്തോ ഒരു സത്യമുണ്ട്. പോരാത്തതിന് ഈ പ്രേത വീടിനെ കുറിച്ച് പല കഥകളും പറയുന്നുണ്ടല്ലോ. മറുവശത്ത് സാം ആ വീടിനകത്ത് കുളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾക്ക് ആ ബാത്റൂമിനകത്ത് എന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് ശബ്ദങ്ങൾ കേൾക്കാം. ആരോ ഓടുന്നത് പോലെ ഡോറ് തുറക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്. പിന്നെ ലൈറ്റൊക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. വെള്ളത്തിന്റെ നിറം മാറി ഒരു പ്രേത രൂപം വന്ന് സാമിനെ പേടിപ്പിക്കുന്നുണ്ട്. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ഇവാൻ മുകളിലേക്ക് ഓടിയെത്തി. കുറച്ചു കഴിഞ്ഞ് ആ ഫാമിലിയിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇപ്പോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. മാത്രമല്ല ഇന്നലെ രാത്രി ഇവാനും സാമും ചേർന്ന് പ്രേതത്തിനോട് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോ ആ പേരൻസ് അവരെ കളിയാക്കി ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ശരിക്കും പേടിച്ചോ? അവർക്കത് തമാശയാണ്. എന്നാൽ സാറയ്ക്ക് അത് തമാശയായിട്ട് തോന്നിയില്ല. കാരണം ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നത് ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണ്, പ്രേത വീടാണെന്ന്. ഇത് കേൾക്കുമ്പോ ആ പേരൻസ് അവരെ വഴക്ക് പറയും. നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിശ്വസിക്കരുത്, ഇനി ഇതുപോലത്തെ ഗെയിം ഒന്നും കളിക്കരുത് എന്നും പറഞ്ഞ് ഇവാനെ വാൺ ചെയ്യുന്നുണ്ട്. ഈ സമയം അനീത്തി കൊച്ചു പറയും, നിങ്ങൾ എന്തിനാ ആ പ്രസൻസിനെ പേടിക്കുന്നേ? അതിനെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഇവാന്റെ മുറിയിൽ ആ പ്രേതം എന്റെ മുറിയിലാണെങ്കില് ഞാനും ആ പ്രേതം എത്ര ഹാപ്പി ആയിരുന്നു എന്നെ. അനീറ്റ ഇത്തരത്തിലെ സ്ട്രെയിഞ്ച് ആയിട്ട് സംസാരിച്ചിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ സ്ക്രാച്ച് ചെയ്തോണ്ടിരിക്കുക. അന്ന് രാത്രി ഇവാന്റെ അമ്മ സാമിനെ അവളെ തനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് സാം ഈ വീടിനകത്തേക്ക് മാത്രമല്ല അതിക്രമിച്ച് കേറിയിരിക്കുന്നത്. ഇപ്പോ ഇവാന്റെ മനസ്സ് നിറയെ സാമാണ്. അവളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന ചിന്തയിലാണ്. സോ അവനെ ഹേർട്ട് ചെയ്യരുത്. പിന്നെ സാമിന്റെ കയ്യിലും ദേഹത്തൊക്കെ ചതഞ്ഞ പാടുകൾ കണ്ട് എമിലി അവളോട് കാര്യങ്ങൾ
തിരക്കി നോക്കും. പക്ഷേ സാം തുറന്നൊന്നും സംസാരിക്കില്ല. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഡോക്ടറിനോട് ഹെൽപ്പ് ചോദിക്കാലോ, അതിന് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. അതിന് സാം പറയും, എനിക്കിപ്പോ അങ്ങനെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. അടുത്ത ദിവസം ഇവാന്റെ പേരൻസ് അനിയത്തി കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യത്തിനായിട്ട് ടൗണിലേക്ക് പോയിരിക്കുക. ഇപ്പോ ഇവാനും സാമും ആ വീട്ടിൽ തനിച്ചാണ്. ഈ സമയം താഴെ നിലയിലെ ഒരു സ്ത്രീയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. മറുവശത്ത് സാം ആണെങ്കിലോ ആ ബോക്സിനകത്തു നിന്ന് കേട്ട ശബ്ദം അതാരാണ്, അത് ആരുടെ ആത്മാവാണ് എന്നറിയാതെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. പക്ഷേ ഇവാന് അതത്ര നല്ലതായിട്ട് തോന്നിയില്ല. പ്രേതത്തെ വിളിച്ച് അതിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നറിയില്ലല്ലോ. ഇവാന് നല്ല പേടിയുണ്ട്. എന്നാലോ സാമിന് ആ പ്രേതം ആരാണെന്നറിയണം, അതിനെന്താണ് വേണ്ടത് അത് കണ്ടെത്തണം. ഇവാന് പിന്നെ അതിനെ കൂട്ടു നിൽക്കല്ലാതെ വേറെ വഴിയില്ല. അവർ ആ ആറ്റിക്കിൽ നിന്ന് EVP ബോക്സ് എടുക്കുന്നു. അതിൽ നിന്ന് മൊറോലോ ഫാമിലിയുടെ ഫോട്ടോസ് എടുക്കുന്നു. സാം ആ ബോക്സ് ഓൺ ആക്കി നോക്കി. മാത്യു, ഇത് നീയാണോ? സാം അതിന്റെ ഫ്രീക്വൻസി എത്ര തന്നെ മാറ്റി നോക്കിയിട്ടും യാതൊരു പ്രതികരണവും ഇല്ല. മാത്യു, എനിക്ക് നിന്നോട് സംസാരിക്കണം, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് മാത്യു പ്രതികരിക്കാതായപ്പോ അവള് മൊറോലോ ഫാമിലിയിലെ മറ്റു പേരുകൾ വിളിച്ചു നോക്കി. കെയ്റ്റി, ഹിലറി, ഫ്രാങ്ക്. ഡോക്ടർ ഫ്രാങ്കിന്റെ പേര് പറഞ്ഞതും ആ ബോക്സിനകത്തു നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതായത് ഡോക്ടർ ഫ്രാങ്കിന്റെ ആത്മാവ് നമ്മുടെ സാമിന്റെ പേര് വിളിച്ച് മാപ്പ് പറഞ്ഞ് കരയാണ്. അതായത് സാമിന്റെ യഥാർത്ഥ പേര് സമന്ത എന്നാണ്. അത് മറ്റാർക്കും അറിയില്ല. ആ ബോക്സിൽ ഇപ്പോ ഫ്രാങ്ക് സംസാരിക്കുന്നുണ്ട്, മാത്യു സംസാരിക്കുന്നുണ്ട്. അവൾ അടുത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് പേടിയാ, മിണ്ടല്ലേ എന്നും പറഞ്ഞ് മാത്യുവിന്റെ പ്രേതം ഒത്തിരി പേടിക്കുകയാണ്. മാത്യു, നീ ആരുടെ കാര്യം പറയുന്നേ? അവളാണോ നിങ്ങളെ കൊന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? സാം അത് ചോദിച്ച് തീരുവല്ല. ടബയെന്ന് പറഞ്ഞ് ആറ്റിക്കിലെ ആ ഡോർ അടഞ്ഞു. ആ വീട് തന്നെ കുലുങ്ങാൻ തുടങ്ങി. ലൈറ്റൊക്കെ മിന്നുന്നുണ്ട്. അപ്പൊ തന്നെ ആ ബോക്സിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, അനങ്ങരുത്. പിന്നെ പറയണോ, രണ്ടുപേരും പേടിച്ച് വെപ്രാളപ്പെട്ട് ആറ്റിക്കിൽ നിന്ന് പുറത്തേക്ക് ഓടി. സാം ആണെങ്കിലേ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞ് ഓടുകയാണ്. എന്നാൽ ആ ശബ്ദങ്ങൾ കേട്ട് ഇവാൻ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ ആ പ്രേതത്തെ കാണാം. ഇവാൻ പിന്നെ താഴേക്ക് ഓടുമ്പോഴേക്കും ആ പ്രേതം അവൻ അറ്റാക്ക് ചെയ്യും. ഡോക്ടർ ഫ്രാങ്കിനെ പൊസസ് ചെയ്തതുപോലെ അത് ഇവാനെ ആക്രമിക്കുകയാണ്. അവന്റെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. കണ്ണുകളൊക്കെ കറുത്ത നിറത്തിലായി. അപ്പോഴേക്കും സാം ഓടി രക്ഷപ്പെട്ട് വീടിന് പുറത്തെത്തി. അവള് തിരിഞ്ഞു നോക്കുമ്പോ ഇവാനെ കാണുന്നില്ല. നായിക അങ്ങനെ ഇവാനെ തെരഞ്ഞ് ആ വീടിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ കാണുന്നത് പ്രേതബാധ കൂടിയ ഇവാനെയാണ്. അവൻ ജനാല തുറന്ന് താഴേക്ക് ചാടി മരിക്കാൻ നിൽക്കുക. സാം ഉടനെ തന്നെ അവനെ പിടിച്ചു മാറ്റി. ഇവാനാണെങ്കിലോ സാമിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ സാം അവിടെ ഉണ്ടായിരുന്ന ലാമ്പ് എടുത്ത് അവന്റെ തലക്കടിച്ചു. ഇവാന്റെ ബോധം പോയി. സാം പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല. വീടിന് പുറത്തേക്ക് ഓടിപ്പോയി. അടുത്ത ദിവസം ബോധം തെളിഞ്ഞ നായകൻ സാമിനോട് മാപ്പ് ചോദിക്കാനായിട്ട് ഒരുപാട് തവണ ഫോൺ ചെയ്തു നോക്കി. ആരും ഫോൺ എടുക്കുന്നില്ല. അവനെ ആ പ്രേതം പൊസസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവാന് ഓർമ്മയുള്ളൂ. അവനങ്ങനെ സാമിനെ തെരഞ്ഞ് നായികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഡോർ തുറന്നത് സാമിന്റെ ഡാഡിയാണ്. ആ, എന്ത് വേണം? നീ ആരാ? സാമിന്റെ ബോയ്ഫ്രണ്ട് ആണോ? ഈ ഒരു ചോദ്യത്തിനൊന്നും ഇവാന് മറുപടി ഉണ്ടായിരുന്നില്ല. നിനക്ക് സാമിനോട് സംസാരിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വിളിച്ചാ മതി എന്നും പറഞ്ഞ് ഡാഡി വാതിലടക്കുകയാണ്. ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ വീടിനകത്തുണ്ടായിരുന്ന സാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അവന്റെ മുഖത്തുള്ള ആ പാട് കണ്ട് സാം അവനോട് മാപ്പ് പറയും. ഇതൊക്കെ എന്റെ തെറ്റാണ്. ഇതുവരെ ആ പ്രേതത്തെ കാണണം, പ്രേതത്തിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നത് സാം ആയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതിനൊരു തീരുമാനമായി. പക്ഷേ ഇവാന്റെ അവസ്ഥ അതല്ല. അവനിപ്പോ സാമിനെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആ സ്ത്രീയുടെ പ്രേതത്തെ കണ്ടു. അവരെന്നെ ആക്രമിച്ചു. ആ പ്രേതത്തിന് എന്താണ് വേണ്ടത് അത് കണ്ടെത്തണം. പക്ഷേ സാം ആകെ ഭയന്നിരിക്കുക. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, മറക്കാം. അതിന് ഇവാൻ പറയും, നമ്മളിതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാലും നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നും ഇല്ലാതാവില്ല. അതിപ്പോഴും ആ വീടിനകത്തുണ്ട്. അവരങ്ങനെ ആ വീടിന്റെ ഓണറായിരുന്ന ജാനറ്റിനെ കാണാനായിട്ട് ആ സ്ത്രീയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. ആ സ്ത്രീയാണെങ്കിലേ അവരെ ആ വീടിനകത്തേക്ക് കയറാൻ തന്നെ സമ്മതിക്കില്ല. ഇവാൻ ആ സ്ത്രീയോട് ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. മൊറല്ലോ, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഇത് കേട്ടതോടെ ജാനറ്റ് അവരെ വല്ലാത്തൊരു രീതിയിൽ നോക്കിയിട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. ഞങ്ങൾ ആ വീടിനകത്ത് പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോ ജാനറ്റ് നമ്മുടെ സാമിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ സ്ത്രീ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെ എന്റെ അടുത്തേക്ക് വരാൻ തോന്നി? ആകെയുള്ളത് കുറച്ച് സമാധാനാണ്, അതും ഇല്ലാതാക്കി. ശരി, നിങ്ങൾ ആ ബോക്സ് കണ്ടെത്തി അല്ലേ? ഇനി രക്ഷപ്പെടാൻ ഒരേ വഴി മാത്രമേ ഉള്ളൂ. ആ ബോക്സും ഫോട്ടോസൊക്കെ കത്തിച്ചു കളഞ്ഞേക്ക്. ആറ്റിക്കിലെ ആ ചെറിയ മുറിയില്ലേ, അങ്ങോട്ടേക്ക് പോവാതിരിക്കുക. ഇതും പറഞ്ഞ് ആ സ്ത്രീ ഇറങ്ങിപ്പോയിക്കോ എന്നും പറഞ്ഞ് അലറി വിളിക്കുകയാണ്. രണ്ടുപേരും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇവൻ ആ ബോക്സും ഫോട്ടോസൊക്കെ കത്തിച്ചു കളഞ്ഞു. ആറ്റിക്കിലെ ആ കുഞ്ഞു മുറിയില്ലേ,
അത് മരപ്പലക വെച്ച് ലോക്ക് ചെയ്യും. ഇനി നിന്നെ ആരും ശല്യം ചെയ്യില്ല, ഇത് നിന്റെ മുറിയാണ്, ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നേക്കരുത്. അങ്ങനെ എല്ലാം അവസാനിച്ചു, പേടിക്കണ്ട എന്നും പറഞ്ഞ് ഇവാൻ നായികയെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം വീട്ടിലെ ലാൻഡ് ഫോണില് ഒരു വോയിസ് മെസ്സേജ് വരുന്നുണ്ട്. ഇവാന്റെ പേരൻസ് വരുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി വഴിയിൽ കുടുങ്ങി കിടക്കുകയാണ്. അവര് വീട്ടിലേക്ക് മടങ്ങി വരാൻ ഒത്തിരി ലേറ്റ് ആവും. അങ്ങനെ പാതിരാത്രി ആയതോടെ ആറ്റിക്കിലെ ആ മുറിയുടെ ഡോറില് അത് ടപടപേന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആരോ അത് തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഈ സമയം ഉറങ്ങിക്കൊണ്ടിരുന്ന നായകന് എന്തൊക്കെയോ വിഷൻസ് കാണാം. അതായത് മാത്യു ഇതേ മുറിയിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. മാത്യു കാണുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഇവാൻ കാണുന്നത്. മാത്യു ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ അവന്റെ ഡാഡിയും മമ്മിയും, അതായത് ജാനറ്റും ഫ്രാങ്കും ഒരു ഡെഡ് ബോഡി ആറ്റിക്കിലേക്ക് വലിച്ചോണ്ട് വരുന്നു. പെട്ടെന്ന് ഫ്രാങ്ക് മകന്റെ വാ പൊത്തിപ്പിടിക്കും. മിണ്ടരുത്, അനങ്ങരുത്. ഈ വിഷൻസ് കണ്ട് ഇവാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. അവൻ തൊട്ടടുത്ത് കിടന്നിരുന്ന സാമിനെ നോക്കുമ്പോ ഇവാന്റെ പിന്നില് സാം ഒരു ചുറ്റികയായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് റിയൽ സാം. അപ്പൊ പിന്നെ ബെഡിൽ കിടക്കുന്നത് ആരാ? അവൻ ഷഡപടയെന്ന് പറഞ്ഞ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അതാ സ്ത്രീയുടെ പ്രേതമാണ്. അവരെങ്ങനെയൊക്കെയോ പേടിച്ച് വെപ്രാളപ്പെട്ട് മുറിന്ന് പുറത്തേക്ക് ഓടുമ്പോഴേക്കും ആ മുറിയുടെ ഡോറങ്ങ് ലോക്കായി. അത് തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇവാൻ ആ വാതില് ചവിട്ടി തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ പ്രേതം അവരെ പിടിക്കാനായിട്ട് പതിയെ പതിയെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഈ സമയം സാം ആ ചുറ്റിക കാണിച്ച് പ്രേതത്തിനോട് പറയും, അവനൊന്നും ചെയ്യരുത്, ഞങ്ങൾ പൊയ്ക്കോളാം. അപ്പോഴും സാമിനെ എന്തോ വിഷൻസ് കാണാം. അതായത് ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഡോക്ടർ ജാനറ്റിനെ കാണാൻ ഒരു ലേഡി വന്നിരുന്നു. തന്റെ കുഞ്ഞെപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞോണ്ട് അല്ലേ. ഇപ്പോ ജാനറ്റ് ബേസ്മെന്റിലെ ഒരു ലേഡിയെ ചെയറില് കെട്ടിവെച്ചിരിക്കുക. ആ സ്ത്രീ കരയുന്നുണ്ട്. എന്നെ വിട്, ഞാൻ പൊയ്ക്കോളാം, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു. ഇപ്പോ ജാനറ്റ് ആ ബേസ്മെന്റിലേക്ക് വന്നിട്ട് പറയും, നിനക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ആ സ്ത്രീ അങ്ങനെ തന്റെ ജീവന് വേണ്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോ ഡോക്ടർ ഫ്രാങ്കും ആ സ്ത്രീയുടെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അതായത് ആ കുഞ്ഞാണ് നമ്മുടെ കഥാനായിക സാം. ഈ കെട്ടിയിട്ടിരിക്കുന്ന സ്ത്രീ സാമിന്റെ കാണാതായി എന്ന് പറയുന്ന അമ്മയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഡോക്ടർ ഫ്രാങ്കും സാമിന്റെ അമ്മയും തമ്മില് അഫയറിലായിരുന്നു. സാം നമ്മുടെ ഡോക്ടർ ഫ്രാങ്കിന്റെ മകളാണ്. ഇക്കാര്യം ജാനറ്റ് കണ്ടെത്തി. ആ സ്ത്രീക്കാണെങ്കിൽ ആകെ ഭ്രാന്തായി. ഇപ്പോ അവർക്ക് രണ്ടുപേർക്കുള്ള ശിക്ഷ അത് മരണമാണ്. ഫ്രാങ്കിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആ സ്ത്രീ സാമിന്റെ അമ്മയെ കൊലപ്പെടുത്തി. അതായിരുന്നു ഡോക്ടർക്കുള്ള ശിക്ഷ. ആ സ്ത്രീയെ കൊല്ലുന്നത് കണ്ടിരിക്കുക. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് പ്രസന്റിലേക്ക് മടങ്ങി വരുമ്പോ ഇപ്പോ വാതില് ചവിട്ടി തുറന്നോണ്ടിരുന്ന നായകൻ സാമിന്റെ ശബ്ദം കേൾക്കാതായപ്പോ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. സാമിന്റെ അമ്മ അവളെ പൊസസ് ചെയ്തിരിക്കുക. കയ്യിലൊരു ചുറ്റികയുണ്ട്. ഹേ സാം, സാം, ഇത് ഞാനാണ്, അങ്ങനെ ചെയ്യരുത്. ഇവാൻ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ആ പ്രേതം അവനോട് പറയും, നീ ആ ബോക്സും ഫോട്ടോസൊന്നും കത്തിക്കാൻ പാടില്ലായിരുന്നു, ആ മുറി തന്നെ അടയ്ക്കാൻ പാടില്ലായിരുന്നു. സാം നായകന്റെ തലക്കടിച്ചു വീഴ്ത്തി. തന്റെ ദേഷ്യം തീരുന്നത് വരെ ആ പ്രേതാത്മാവ് ഇവാനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവാന്റെ ഫാമിലി വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവര് വന്ന് നോക്കുമ്പോ വീടിനകത്ത് വെട്ടം വെളിച്ചൊന്നുമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. അവര് മകനെ തെരഞ്ഞ് ആറ്റിക്കിലേക്ക് ഓടി ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, ഇവാൻ അതിക്രൂരമായിട്ട് അവിടെ മരിച്ചു കിടക്കാണ്. തൊട്ടടുത്ത മുറിയിലെ പ്രേതബാധ കൂടിയ സാം ആറ്റിക്കിലെ മരപ്പലകകള് അഴിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഭ്രാന്തിയെ പോലെ. അതിനകത്താണ് സാമിന്റെ മമ്മിയുടെ ഡെഡ് ബോഡി അവര് മറവ് ചെയ്തിരിക്കുന്നത്. അവിടെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പോലീസ് എത്തി സാമിനെ അറസ്റ്റ് ചെയ്യുന്നു. സാം ഇപ്പോ ആ വീട്ടിലേക്ക് നോക്കുമ്പോ ഇവാന്റെ ആത്മാവിനെ കാണാം. പിന്നീട് ഇവാന്റെ ഫാമിലി ആ വീട്ടിൽ നിന്ന് താമസം മാറിപ്പോയി. സാമിന്റെ മമ്മിയുടെ പ്രേതാത്മാവ് കൊലപ്പെടുത്തിയ എല്ലാവരുടെ പ്രേതങ്ങളും ആ വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ നായകനും സത്യങ്ങള് പുറത്തു വരുന്നതുവരെ ആ ആത്മാക്കള് ആ പ്രേതത്തിന്റെ തടവിലായിരിക്കും. ആറ്റിക് മുറിയിലുള്ള ആ സ്ത്രീയുടെ ഡെഡ് ബോഡി കാണിച്ചുകൊണ്ടാണ് ഹോണ്ട് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേട്ടോ. താങ്ക് യു.